നമുക്കൊപ്പം ശ്രീ ജോഷി ജോസഫ് ചേരുകയാണ്. അദ്ദേഹം ഈ ബംഗാളി നടി ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ബംഗാളി നടി ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു, അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. ശ്രീ ജോഷി ജോസഫ്, ബംഗാളി നടിയുടെ ആരോപണത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. താങ്കൾ എങ്ങനെ നോക്കിക്കാണും? അത് തീർച്ചയായിട്ടും എത്തിക്കലി മോറലി 48 മണിക്കൂർ മുമ്പ് എടുക്കേണ്ട ഒരു തീരുമാനം 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിലും എടുത്തതിൽ അത് തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും അനിവാര്യമെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഈ രാജിക്ക് ശേഷവും എല്ലാവരോടുമൊന്നും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിൻ്റെതായി വരുന്ന മാധ്യമങ്ങളിൽ വരുന്ന പ്രതികരണം സത്യം ഒരു നാൾ പുറത്തു വരും എന്നതാണ്. പക്ഷേ സത്യം എന്നത് താങ്കൾക്ക് കൂടി അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ സത്യം ഒരു നാൾ പുറത്തു വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇരവാദം ഉന്നയിച്ചുകൊണ്ടാണ് ഈ രാജി ഉണ്ടായിരിക്കുന്നത്. അത് ഇങ്ങനെയുള്ള ഈ ബലം പിടിക്കലുകളൊന്നും ഇല്ലായിരുന്നു എങ്കിലുണ്ടല്ലോ രഞ്ജിത്തിനെ കുറേയും കൂടി ആളുകൾ വിശ്വസിച്ചേനെ. നമ്മൾ ബലം പിടിക്കുക എന്ന് പറയുന്നത് ഒരു ജീവിത ശൈലിയാക്കി മാറ്റിയാൽ എന്ത് ചെയ്യാൻ കഴിയും? അതിജീവിതയോടൊപ്പം എന്ന് ചലച്ചിത്ര മേളയുടെ അവിടെ നമ്മുടെ അതിജീവിതയെ കൊണ്ടുവന്ന് ഒരു സ്റ്റൈലിഷായി സിംബോളിക്കായി ഷോ നടത്തിയ ആളാണല്ലോ അദ്ദേഹം. അതിജീവിതയോടൊപ്പം, ഇരയോടൊപ്പം എന്ന് പറഞ്ഞ് സർക്കാരും പറയുന്നതാണ് ഞങ്ങൾ ഇരയോടൊപ്പമാണ് എന്നാണ്. അഥവാ ഇരയോടൊപ്പമോ എന്ന് പറഞ്ഞ് സർക്കാരിനെ ഉടൻ തന്നെ അതിന് പറ്റിയ ഡയലോഗ് എഴുതുകയാണ് രഞ്ജിത്ത്. ഞാനാണ് ഇര, അപ്പോ സർക്കാർ എന്നോടൊപ്പം എന്നാക്കുന്നു. ഈ ഉഡായിപ്പുകളൊക്കെ നിർത്തേണ്ട സമയം ആയി എന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. തീർച്ചയായും ഈ രാജി എന്ന ആവശ്യം പൊതുസമൂഹത്തിൽ ഉയരുമ്പോൾ പോലും ആ അതിജീവിത എന്ന് തന്നെ നമുക്ക് പറയാം, അതിജീവിതയായ ബംഗാളി നടി പറഞ്ഞത് തനിക്ക് തെറ്റ് സമ്മതിച്ചു പറ്റി എന്ന കാര്യം അദ്ദേഹം സമ്മതിക്കുകയെങ്കിലും വേണം. അറ്റ്ലീസ്റ്റ് അത്രമാത്രമാണ് അവരുടെ ആഗ്രഹം എന്നത് ഓർക്കണം. തെറ്റ് പറ്റി എന്നൊരു കാര്യമെങ്കിലും സമ്മതിക്കണമെന്ന്. പക്ഷേ ഇപ്പോൾ രാജി വളരെ അനിവാര്യമായിരിക്കുന്നു. ഇനി ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസരത്തിൽ രാജി ഉണ്ടായിരിക്കുന്നു. പക്ഷേ തെറ്റ് സമ്മതിക്കുന്നില്ല. അല്ല, തെറ്റ് സമ്മതിക്കുക മനസാക്ഷിയോട് വേണമല്ലോ. അതായത് ആർജിക്കർ ഹോസ്പിറ്റൽ ഇഷ്യൂവിൽ കൽക്കട്ടയിൽ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് CBI തീരുമാനമെടുത്തിട്ടുണ്ടല്ലോ. അത് തെറ്റ് സമ്മതിക്കുന്നില്ല എങ്കിൽ ഞാൻ നുണ പരിശോധനയ്ക്ക് വിധേയനാകാൻ തയ്യാറാണ്. രഞ്ജിത്ത് നുണ പരിശോധനയ്ക്ക് വിധേയനാകാൻ തയ്യാറാണോ എന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു. തീർച്ചയായും ഇവിടെ ഇപ്പോ ഇത് അനിവാര്യമായ ഒരു നടപടിയാണ്. പക്ഷേ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടവർ ഇത് മാത്രമല്ല അർഹിക്കുന്നത്, അവർ നിയമ നടപടികളിലൂടെ കടന്നു പോകണം. നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുന്ന ശിക്ഷ എന്താണോ അത് അവർ ഏറ്റുവാങ്ങണം എന്നൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. സിദ്ദീഖിന്റെ കാര്യത്തിൽ നടി പരാതി പറയാനില്ല, ഇനി ഇത്രയും അനുഭവിച്ചു, ഇനി അത്തരം നിയമ നടപടികളിൽ കൂടി കടന്നു പോകാനില്ല എന്ന ഒരു അഭിപ്രായം അവർ പറയുന്നുണ്ട്. ആ അതിജീവിത ബംഗാളി നടിയുമായി ആശയവിനിമയം നടത്തിയിരുന്നോ? ഈ രാജിക്ക് ശേഷം സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? എന്താണ് അവരുടെ നീക്കം? അവർ നിയമ നടപടിയിലേക്ക് നീങ്ങുമോ? ഇല്ല, അവരുമായി സംസാരിച്ചിട്ടില്ല. അതിനുശേഷം ഞാൻ അങ്ങനെ ഉള്ള ഡെയിലി ബേസിൽ അവരുമായിട്ടൊരു ബന്ധമില്ല. സ്വാഭാവികമായും ഇപ്പോൾ ന്യൂസും മാധ്യമങ്ങളിലൂടെ അവർ അറിഞ്ഞതിന് ശേഷം അവരെന്നെ വിളിക്കുകയാണെങ്കിൽ ആണ് എനിക്ക് കാര്യങ്ങൾ അറിയാൻ കഴിയുക. നിയമ നടപടിക്ക് സാധ്യതയുണ്ടോ? കഴിഞ്ഞ ഏതെങ്കിലും ദിവസങ്ങളിൽ ഇക്കാര്യം സംസാരിച്ചിരുന്നോ? അവര് ഇന്നലെ ഇപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ കേട്ട ആ ഇന്റർവ്യൂവിൽ അവര് മറക്കാനും പൊറുക്കാനുമുള്ള രീതിയിൽ തന്നെയാണ്. ഒരു സോറി മാത്രം ആണ് പ്രതീക്ഷിച്ചത്. ആ സോറി പോലും കൊടുക്കാതെ സത്യം എന്നെങ്കിലും പുറത്തു വരും, ഞാനാണ് ഇര എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ അനാവശ്യമായി ബലം പിടിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിയമ നടപടിയിലേക്ക് കടക്കാൻ അവര് പറയുന്ന ഇന്റർവ്യൂ വളരെ വളരെ ഗ്രാഫിക്കായി പറഞ്ഞ ഇന്റർവ്യൂസ് തന്നെ ഇലക്ട്രോണിക് എവിഡൻസ് ആണ്. അതെല്ലാം ഒരു കടലാസിലാണ് എഴുതി കൊടുക്കേണ്ടതെങ്കിൽ എത്ര സമയം പിടിക്കും? അതിന് വളരെ കുറച്ച് സമയം മതി. അത് വേണോ എന്ന് രഞ്ജിത്ത് തന്നെയാണ് ആലോചിക്കേണ്ടത്. തീർച്ചയായും ശ്രീ ജോഷി ജോസഫ്, താങ്കൾ ആ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കിയ വ്യക്തിയാണ്. അവിടെ അവരെ വിളിച്ചു വരുത്തി അപമാനിക്കാൻ ഈ രീതിയിൽ ആക്രമിക്കാനോ എന്തോ ലൈംഗികമായി അവരെ ഉപയോഗിക്കാൻ ശ്രമിച്ചു. അതിനവർ നിൽക്കാതെ അവർക്ക് അവിടെ നിന്ന് പോകേണ്ടി വന്ന സാഹചര്യം. പക്ഷേ അവരെ മറ്റു രീതിയിൽ ഒക്കെ ചിത്രീകരിച്ചുകൊണ്ടാണ് ഇതിന് ന്യായീകരണങ്ങൾ ചമച്ചത്. പക്ഷേ താങ്കൾക്ക് ആ സാഹചര്യം അറിയുമായിരുന്നത് കൊണ്ടും തുറന്നു പറയാൻ
സന്നദ്ധനായിരുന്നത് കൊണ്ടും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് ആ നടി വളരെ വ്യക്തമായി പറഞ്ഞതുകൊണ്ടും പൊതുസമൂഹത്തിന് അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒന്നുമില്ലാത്ത, തുറന്നു പറയാൻ ആളുകൾ തയ്യാറാകാത്ത നിരവധി സംഭവങ്ങൾ ഏത് കേസുകളുമായി ബന്ധപ്പെട്ടും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയും കൂടുതൽ ഇത്തരം തുറന്നു പറച്ചിലുകൾ ഉണ്ടാകും എന്നാണോ താങ്കൾ കരുതുന്നത്? മലയാള സിനിമയെ സംബന്ധിച്ച് ഇതൊരു നല്ല തുടക്കം, മാറ്റം അങ്ങനെ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് കലങ്ങി തെളിയേണ്ട ഒരു വലിയ കെട്ടിപ്പൊട്ടി വെച്ചുകൊണ്ടിരുന്ന ഒരു ഉഡായിപ്പുകളുടെ ലോകത്തിൽ ആദ്യത്തെ വിള്ളൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് ഇനി കൂടുതലുണ്ടാകും. ഒരു ബംഗാളിൽ നിന്ന് ഒരു നടി വേണ്ടി വന്നു നമുക്ക് കേരളത്തിന്റെ ഈ അഗ്നിശുദ്ധി വരുത്താൻ എന്നാണ് ഞാനിപ്പോൾ കരുതുന്നത് അതിനെക്കുറിച്ച്. വളരെ നന്ദി ശ്രീ ജോഷി ജോസഫ്, ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും നിയമ നടപടികളിലേക്ക് ഇനി പോകണമോ വേണ്ടയോ എന്നത് ആ നടിയുടെ തീരുമാനമാണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. തെറ്റ് സംഭവിച്ചു എന്നത് ഉൾക്കൊള്ളണം, അത് പൊതുസമൂഹത്തോട് പറയാൻ തയ്യാറാകണമെന്നൊരു ആവശ്യം മാത്രമാണ് നടി മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ അവിടെയും